ഓം നമഃശിവായ. നാം ഇന്ന് പറയുന്നത് ജ്യോതിഷത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഥവാ കഴിഞ്ഞ വീഡിയോയിൽ വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുകയുണ്ടായി. എന്നാൽ ആ വ്രതാനുഷ്ഠാനങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് നടത്തേണ്ടത്, അതുകൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ചും പറയുകയുണ്ടായി. ആ രീതിയിൽ നമ്മൾ വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ തുടർന്ന് പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. വ്രതാനുഷ്ഠാനങ്ങൾ എങ്ങനെ നടത്തണം, അതുകൊണ്ട് സർവ ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനമായും നമ്മൾ പറയുന്നത് ഞായറാഴ്ച വ്രതവും തിങ്കളാഴ്ച വ്രതം, ശിവരാത്രി വ്രതം, ഇവ എങ്ങനെയാണ് ഈ വ്രതങ്ങളെല്ലാം അനുഷ്ഠിക്കേണ്ടത് എന്നാണ് പറയുവാൻ പോകുന്നത്. ഞായറാഴ്ച വ്രതവും ശിവരാത്രി വ്രതവും തിങ്കളാഴ്ച വ്രതവും അനുഷ്ഠിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ശിവരാത്രി വ്രതം എടുക്കേണ്ടത് ശിവരാത്രി ദിവസം രാവിലെ കുളി കഴിഞ്ഞ് ശുഭ്രവസ്ത്രം ധരിച്ച് ഭസ്മക്കുറി തൊട്ട് ഭഗവാന്റെ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ശിവക്ഷേത്ര ദർശനം നടത്തി ശിവപൂജകളെല്ലാം തൊഴുതുകൊണ്ട് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് വൈകുന്നതുവരെ ആ ക്ഷേത്രത്തിൽ തന്നെ കഴിയുകയും വൈകുന്നേരമാകുമ്പോൾ വീണ്ടും കുളി കഴിഞ്ഞു ശുഭ്രവസ്ത്രം ധരിച്ച് നമ്മൾ ഉറക്കമിളച്ചും ഉപവസിച്ചുമാണ് ഈ വ്രതം അനുഷ്ഠിക്കേണ്ടത്. രാവിലെ വരെ ഉറക്കമിളച്ചിരുന്നിട്ട് രാവിലെ ആകുമ്പോൾ വീണ്ടും കുളി കഴിഞ്ഞ് നമ്മൾ വസ്ത്രങ്ങളെല്ലാം തന്നെ ശുദ്ധമായിട്ടുള്ള വസ്ത്രങ്ങളും ധരിച്ച് ഭഗവാനെ വന്ദിച്ചുകൊണ്ട് രാവിലെ തന്നെ ഭഗവാന് വേണ്ടുന്നതായിട്ടുള്ള പൂജകൾ നടത്തുകയും കൂവള ഇല കൊണ്ട് അർച്ചന നടത്തുകയും ദാനം നടത്തുകയും ചെയ്തിട്ട് പാരണ വീടാവുന്നതാണ്. എന്നാൽ വൈകുന്നതുവരെ നമ്മൾ ഉറങ്ങുവാൻ പാടുള്ളതല്ല. വൈകുന്നേരം കഴിഞ്ഞ് മാത്രമേ ഉറങ്ങുവാൻ പാടുള്ളൂ. ഇങ്ങനെയാണ് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത്. ഇനി അടുത്തത് ഞായറാഴ്ച വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നമ്മൾക്ക് നോക്കാം. ഞായറാഴ്ച വ്രതം എടുക്കുന്നത് ആദിത്യ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയും ആദിത്യ ഭഗവാനെ കൊണ്ട് നമ്മൾക്ക് ഉണ്ടാകാവുന്ന മറ്റുള്ള ദോഷങ്ങളെല്ലാം തന്നെ ആദിത്യ ഭഗവാനാൽ മാറ്റുന്നതിനും വേണ്ടിയാണ് ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത്. ഞായറാഴ്ച ദിവസം രാവിലെ തന്നെ കുളി കഴിഞ്ഞ് ശുഭ്രവസ്ത്രം ധരിച്ച് രക്തചന്ദനം നെറ്റിയിൽ കുറി തൊട്ട് ആദിത്യ കഥകൾ കേട്ടും ഒരിക്കലുണ്ടും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുശേഷം സൂര്യഭഗവാനെ വന്ദിച്ചുകൊണ്ട് രക്തപുഷ്പം കൊണ്ട് പൂജ നടത്തുകയും ആദിത്യ സ്തോത്രം, ആദിത്യ ഹൃദയമന്ത്രം എന്നിവ ഉരുവിട്ടുകൊണ്ട് നമസ്കരിച്ചും മാസത്തിൽ ഒരു ഞായറാഴ്ച പൊങ്കാലയിട്ട് നിവേദിച്ചും മാസാവസാനം വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയോ ഒടുവിലത്തെ ഞായറാഴ്ചയോ പൊങ്കാലയും വ്രതവും പിടിച്ച് അങ്ങനെ 12 ഞായറാഴ്ച അവസാനിപ്പിച്ച് 12 ഞായറാഴ്ച വരെ പൊങ്കാലയിട്ടും നിവേദിച്ചും
തുടർന്നുകൊണ്ട് പോകുകയും 12-ാമത്തെ ഞായറാഴ്ച വ്രതം അവസാനിപ്പിക്കാവുന്നതുമാണ്. എന്നാൽ 13-ാമത്തെ ഞായറാഴ്ചയാകുമ്പോൾ വീണ്ടും നമ്മൾ ഭഗവാന്റെ സാന്നിധ്യത്തിൽ അന്നദാനം നടത്തുകയും നമ്മളാൽ ശക്തിയാൽ പരം അന്നദാനം നടത്തുകയും പൊങ്കാലയിടുകയും ചെയ്ത് നമ്മൾ വ്രതം തീർക്കാവുന്നതാണ്. ഇതുകൊണ്ട് നമ്മൾക്ക് ഉണ്ടാകുന്ന ഗുണങ്ങളെന്ന് പറയുന്നത് വളരെ നമ്മൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളുണ്ടാകും. മഹാരോഗങ്ങളിൽ നിന്നും നമ്മൾക്ക് മുക്തി ലഭിക്കും. സർവ ഐശ്വര്യങ്ങളും ലഭിക്കും. സർവവിധ മംഗളങ്ങളും നമ്മൾക്ക് ഉണ്ടാകും. സർവ ദോഷങ്ങളും മാറിക്കിട്ടും എന്നെല്ലാമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അടുത്തത് തിങ്കളാഴ്ച വ്രതമാണ് നോക്കുന്നത്. തിങ്കളാഴ്ച ദിവസം അന്നേ ദിവസം തന്നെ പഞ്ചാക്ഷര മന്ത്രം ജപിച്ചും ശിവപാർവതി പൂജ നടത്തിയും ഒരിക്കൽ ഊണും ചെയ്തും ഭർത്താവിനും പുത്രനും വേണ്ടി ഇവർ മുഖേന വീടിന് ശ്രേയസ്കരമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഐശ്വര്യത്തിനു വേണ്ടി ശിവപുരാണം കീർത്തനങ്ങൾ വായിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ പര്യവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും മംഗളങ്ങൾ നേരുന്നു. സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൻ അമർത്തുവാനും കമൻറ്റ് ചെയ്യുവാനും യാതൊരുവിധ മടിയും കാണിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവരോടും നന്ദിയും നമസ്കാരവും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.